വെൽക്കം ടു PSC ബേസിക്സ്. PSC ബേസിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ആൾക്കാർ എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചു, മിസ്സിന്റെ 2 ദിവസമായിട്ട് കാണാനില്ലല്ലോ, വീഡിയോസ് കാണാനില്ല, ഒന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഡിഗ്രി പ്രിലിംസിന്റെ എക്സാമിനേഷൻ ഞാനും എഴുതാൻ പോയി. ശരിക്കും പറഞ്ഞാൽ കിളിപ്പോയി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം ഞാൻ അത്രയ്ക്കും അങ്ങ് പ്രിപ്പയർ ചെയ്തിരുന്നില്ല. കാരണം ഞാൻ ഈ യൂട്യൂബ് ചാനല് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എല്ലാ ടോപ്പിക്കും ഒരുമിച്ച് കവർ ചെയ്ത് സിലബസ് അനുസരിച്ച് ഇങ്ങനെ പഠിച്ച് റിവിഷൻ ചെയ്തൊന്നും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എക്സാമിനേഷൻ എഴുതി എനിക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചിട്ട് എഴുതാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ വിഷമം അങ്ങ് മാറി. കാരണം പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് അത്യാവശ്യം ഇംഗ്ലീഷ്, അത്യാവശ്യം മലയാളം, അത്യാവശ്യം കറണ്ട് അഫയേഴ്സും അറിയാവുന്നവർക്ക് ഒരു കട്ട് ഓഫ് കടക്കാൻ പറ്റും. പക്ഷേ നെഗറ്റീവില് പിടിച്ച ആൾക്കാർക്ക് കട്ട് ഓഫ് കടക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും നമുക്കൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. ഞാൻ അനലൈസ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. എന്താണെന്ന് ചോദിച്ചാൽ PSC ആകൂടി മാറിയിട്ടുണ്ട്. അപ്പോൾ PSC മാറിയ സ്ഥിതിക്ക് നമുക്കും മാറണ്ടേ? അപ്പോൾ എങ്ങനെ നമ്മൾ ഇനി മാറണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസിങ് ഈ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കാം ഈ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്. ഡിഗ്രി പ്രിലിംസിനും ഇനി വരുന്ന LDC മെയിൻസിനും ഒക്കെ ഇങ്ങനെ കയറി ചോദിക്കുമോ എന്നുള്ളതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ സംഗതിയിലോട്ട് അങ്ങ് കടക്കാം. ഡിഗ്രി ലെവൽ പരീക്ഷ എന്നുള്ള തിരിച്ചറിവുണ്ടായത് ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷമാണ്. ഒരു പക്ഷേ കേരള PSCയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ നടത്തി കാണത്തില്ല. പക്ഷേ എങ്കിലും PSC ഒന്ന് തിരിച്ചറിയണമായിരുന്നു, ഇത് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണെങ്കിലും ഇത് ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ ആണെന്ന്. എങ്കിലും പൊയ്ക്കോട്ടെ, ഒരു അസിസ്റ്റന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതും സെക്രട്ടേറിയറ്റിൽ IPS IAS ലെവലിന് തൊട്ട് താഴെ നിൽക്കുന്ന പോസ്റ്റിൽ, അതായത് ഒരു അസിസ്റ്റന്റ് ലെവൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് തൊട്ട് താഴെ വരുന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്ക് ആൾക്കാരെ നിയമിക്കുമ്പോൾ അതിൻ്റെതായ ഒരു അറിവുള്ള ആൾക്കാരെ തന്നെ നിയമിക്കണം. ആ ഒരു തിരിച്ചറിവ് ശരിക്കും പറഞ്ഞാൽ ഈ 2021 നമ്മുടെ PSCക്ക് മനസ്സിലായത്. പക്ഷേ നമ്മളെ അത് അറിയിക്കാൻ അവരങ്ങ് വൈകിപ്പോയി. എങ്കിലും വിഷമമില്ല, കാരണം അടുത്ത എക്സാമിനെങ്കിലും നമ്മളെ എല്ലാ കാര്യങ്ങളും നേരത്തെ ഒന്ന് അറിഞ്ഞേക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരു പാവം ക്യാൻഡിഡേറ്റിൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു പറയാം. അപ്പോൾ നമ്മൾ ഇനി മുതൽ കാണാതെ ഒന്നും പഠിക്കേണ്ട. അതുപോലെ തന്നെ ജോലിയൊക്കെ മതിയാക്കിയിട്ട് ചുവരുമൊത്തം നമ്മളിങ്ങനെ കോഡൊക്കെ എഴുതിയിട്ട് പഠിക്കുന്ന ആ സംഗതികളൊക്കെ അങ്ങ് വിട്ടേക്ക്. ഇനി അങ്ങനെ ഒരു രീതിയെ വേണ്ട. കാണാതെ ഒന്നും പഠിക്കണ്ട. ശരിക്കും എന്താണെന്ന് അറിഞ്ഞിട്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ അങ്ങനെ പലപ്പോഴും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ PSCക്ക് GK ഇത്രയും വലിയ റാങ്ക് ഫയലിലുള്ള ഈ GK കാണാതെ പഠിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് തെളിയിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഇത്രയും നാളെന്ന് നിങ്ങൾ ഇങ്ങനെ കളഞ്ഞ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കാണാതെ പഠിച്ച് ലോകത്തിന്റെ ഏതെങ്കിലും ഗർത്തത്തിന്റെ അങ്ങേയടിയിൽ അങ്ങേ മൂലയ്ക്കുള്ള ഗർത്തത്തിന്റെ പേര് നിന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി ഇങ്ങനെ ചോദിച്ചത് ശരിക്കും നന്നായി. കാരണം നമുക്കൊന്നുമില്ലെങ്കിലും PSC പഠിക്കുമ്പോൾ ഇത്രയും വിവരമെങ്കിലും കിട്ടത്തില്ലേ? എവിടെയാണ് ഇതെന്ന്, എന്താണിതെന്നൊക്കെ തിരിച്ചറിഞ്ഞ് നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ലേ? ഒരു പക്ഷേ നമുക്ക് ജോലി കിട്ടിയില്ല എങ്കിലും ഇങ്ങനെയൊക്കെ തിരിച്ചറിവുണ്ടാവത്തില്ലേ? അപ്പോൾ ആ ഒരു തിരിച്ചറിവ് കിട്ടുന്ന ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ ആയിരുന്നു. പക്ഷേ ഇതൊരു ആദ്യമായിട്ട് അങ്ങോട്ട് PSC നടത്തിയപ്പോൾ കുറച്ച് അപാകത വന്നു. അത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. മൗന സമ്മതമെങ്കിലും PSC നമുക്ക് തരണം. കാരണം കാൻഡിഡേറ്റ്സ് ആയി നമ്മൾ ഒത്തിരി ഈ ഒരു രംഗത്ത് അനുഭവിച്ചു. പക്ഷെ PSC മാറിയ സ്ഥിതിക്ക് നമ്മൾ ഗവൺമെന്റ് ജോലി കളയാനും അല്ല, നിങ്ങൾ ഇത്രയും മാറിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജോലി കിട്ടൂല എന്ന് പറഞ്ഞിട്ട് മാറാനായിട്ട് തയ്യാറല്ല. ജോലി ആഗ്രഹിക്കുന്ന ആരായാലും നിങ്ങൾ ഏത് രീതിയിൽ മാറുന്നോ ആ രീതിയിലേക്ക് നമ്മൾ മാറ്റി പിടിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വെച്ച കാലിന് ഇപ്പം ഇമ്പോർട്ടില്ല. ഗവൺമെന്റ് ജോലി ആരാണോ ആഗ്രഹിക്കുന്നത് അവരിനി ഈ രീതിയിലേക്ക് മാറാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കി, ഡിഗ്രി പ്രിലിംസിന് ഇനി മുതൽ ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. അതുപോലെ +2 മെയിൻസിന് ഇനി +2 നിലവാരം പുലർത്തുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി 10ാം ക്ലാസ് ആണെന്നു LDC, അതുകൊണ്ട് ഇനി വരുന്ന LDC മെയിൻസിന് ആ നിലവാരത്തിലുള്ള ചോദ്യമേ ചോദിക്കത്തുള്ളൂ. നിങ്ങൾ ഇനി ഡിഗ്രി പ്രിലിംസിന് ഇങ്ങനെ ആയി പോയെന്ന് കഴിഞ്ഞിട്ട് ഡിഗ്രി പ്രിലിംസിന്റെ അതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും LDC മെയിൻസിന്റെ എക്സാമിന് പഠിക്കാനായിട്ട് നിൽക്കേണ്ട. പക്ഷെ പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യണം. പഠിക്കുന്ന സമയത്ത് കാര്യം എന്താണെന്ന് അറിഞ്ഞ് തന്നെ പഠിക്കുക. പക്ഷെ അതിന് SCRT സമഗ്ര ക്വസ്റ്റ്യൻ പൂൾ കണ്ടാൽ മാത്രം മതിയാവും. പിന്നെ നിങ്ങൾ അല്ലറ ചില്ലറ അവിടെ നിന്നൊക്കെ ഒന്ന് കണ്ട് കാര്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കി പഠിക്കാനുള്ളൊരു സ്വഭാവം കൂടി കൊണ്ടുവരണം. അല്ലാതെ അറാപ്പറ ഉള്ള കോഡൊക്കെ യൂസ് ചെയ്ത് കണ്ട കാര്യങ്ങളെല്ലാം കാണാതെ പഠിച്ചുള്ള സിസ്റ്റം മാറ്റി. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞേ. ഇനി അടുത്തത്
ഇതിനകത്ത് വന്ന നെഗറ്റീവ് പോയിന്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഞാൻ ആദ്യം എനിക്ക് ഡി വരുന്ന ഓപ്ഷൻ ഡി ഉണ്ടല്ലോ, ഡി പാറ്റേൺ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഡി ഞാൻ നോക്കിയിട്ട് ആദ്യം വന്നത് കമ്പ്യൂട്ടർ സയൻസുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻസ് വന്ന സമയത്ത് മൊത്തം ആക്സസ് ടൈം ഒക്കെ മലയാളത്തിൽ ചോദിച്ചു. ആക്സസ് ടൈം മലയാളത്തിൽ ചോദിച്ചിട്ട് അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തത് മലയാളമാണ്. അപ്പോൾ എടുത്ത സമയത്ത് ഞാൻ കരുതിയത് മലയാളം മാത്രമായിരിക്കും നമുക്ക് തരണമെന്ന്. ഒരു പക്ഷേ PSC അത് നന്നായി തന്നത് ഇപ്പുറത്തെ ഇംഗ്ലീഷും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. സോ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ആരായാലും ഇനി മുതൽ മീഡിയം ഓഫ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എന്തേ ചൂസ് ചെയ്യാവുള്ളൂ, ഇംഗ്ലീഷേ ചൂസ് ചെയ്യാവുള്ളൂ. കാരണം എന്തെങ്കിലും PSC പണി തന്നിട്ട് ആ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ തിരഞ്ഞെടുത്തത് ആരാണോ അവർക്ക് അത് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തോട്ട് റെഫർ ചെയ്യാൻ പറ്റത്തില്ല. മലയാളത്തിൽ തന്നെ എന്താണ് ഇംഗ്ലീഷ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരുപക്ഷെ കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും ഡിഗ്രി ലെവലാണെങ്കിൽ നിങ്ങൾ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഏത് തന്നെ സെലക്ട് ചെയ്യുക, ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുക. പിന്നെ എന്താണ് ഈ ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞില്ലേ, ഏതോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഏത് മാത്സിൻ്റെ റാമിൻ്റെ അച്ഛൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട്, അത് നമ്മൾ വിചാരിച്ചു ഇത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ റാം ആയിരിക്കും എന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷിലാണ് ആദ്യം ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്. അതിനെ നേരെ ഏതോ ട്രാൻസ്ലേറ്ററിൽ ഇട്ടിട്ട് മലയാളത്തിലോട്ട് മാറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്കവിടെ വന്നത്. അപ്പോൾ അതും ഒരു കാര്യമാണ്. പിന്നെ സമയം നോക്കാൻ ഒരു ഉപകരണം തരാത്തത്, അത് ക്ലോക്ക് ആയിക്കോട്ടെ വാച്ച് ആയിക്കോട്ടെ ഒന്നും പോട്ടെ, ടീച്ചറിൻ്റെ കയ്യിലുള്ളത് ടീച്ചർ ഒന്ന് പൊക്കി പിടിച്ച് കാണിച്ചു തന്നുകൊണ്ടിരുന്നാലും മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വളരെയധികം, കാരണം ഇത്രയും പാറ്റേണും ഈ പുതിയ ക്വസ്റ്റ്യൻസ് കണ്ട കൺഫ്യൂഷനും എല്ലാം കൂടെ ആയിട്ട് പതറിപ്പോയ ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് സമയം നോക്കാൻ ഒരു ഉപകരണം തരണം. ഒത്തിരി നാളായിട്ട് പറയാണ്, എന്തായാലും ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യണം, സമയം നോക്കാൻ ഒരു ഉപകരണം തന്നേ പറ്റുള്ളൂ. ഇനി നിങ്ങളൊന്ന് എഴുതി നോക്കണം, ആരാണോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി നോക്കണം, ഇത് 75 മിനിറ്റ് കൊണ്ട് എഴുതി ആൻസർ കിട്ടുമോ എന്നുള്ള കാര്യം, അതിനുള്ള സമയം കിട്ടുമോ എന്നുള്ള കാര്യം PSC ദയവായിട്ടൊന്ന് എഴുതി നോക്കണം. ഈ പറ്റുമെങ്കിൽ ആ ചോദ്യങ്ങളൊന്ന് ഓർഡറിൽ തരണം. അതായത് ഈ പ്രസ്താവന ക്വസ്റ്റ്യൻസിൻ്റെ ഇടയ്ക്ക് ഒരു 10-21 പ്രസ്താവന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ 10-21 പ്രസ്താവന ക്വസ്റ്റ്യൻസ് ഇടയിൽ കുരുക്കു എന്ന് പറഞ്ഞിട്ട് GK ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. വൺ വേർഡ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രസ്താവനകളിൽ ഉൾപ്പെട്ടിട്ട് മറ്റത് കാണാൻ നമുക്ക് കണ്ണങ്ങ് പിടിച്ചില്ല. അതുകൊണ്ട് പല ക്വസ്റ്റ്യൻസിനും ഉത്തരം എഴുതാൻ പലർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂട്ടി തന്നാലും മതി. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് 21 പ്രസ്താവന ക്വസ്റ്റ്യൻ എന്നുള്ളത് ഒരു 10 പ്രസ്താവനയായിട്ടൊന്ന് ചുരുക്കാം. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാലും മതിയായിരിക്കും. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിന് 20 ക്വസ്റ്റ്യൻസ് വന്നു. ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വേണം. കാരണം ഒരു അസിസ്റ്റന്റ് യോഗ്യതയുള്ള ഒരാൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണമെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് വേണം. പക്ഷേ ഒന്ന് പറയാമായിരുന്നു, ഇംഗ്ലീഷ് അധികമൊന്നും അറിഞ്ഞിടാത്ത ഒത്തിരി ആൾക്കാരും ബാക്കിയുള്ള GK ക്വസ്റ്റ്യൻസ് അത് പിടിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വല്ലാത്തൊരു തിരിച്ചടിയായിരുന്നു 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു നേരത്തെ പറയാം, ഞങ്ങൾ 20 ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കി വയ്ക്കണം, ഞങ്ങൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് തരാമായിരുന്നു. ഇനി ഒരു കാര്യം കൂടി, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ നിങ്ങളിങ്ങനെ പഠിക്കുന്നതിനെക്കാട്ടിലും ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ചേർന്നിട്ട് ആ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഭാവിയിൽ ഉപയോഗം വരും. അത് മാത്രമല്ല, നമുക്ക് ഏകദേശം ഗ്രാമറിനെക്കാട്ടിലും നമുക്ക് വായിച്ചാലും മനസ്സിലാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ്, അതുപോലെ വൊക്കാബുലറിയും കിട്ടും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ. അങ്ങനെ ആണെങ്കിൽ ഒരു പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഭാവിയിലത്തേക്ക് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എക്സാമിനേഷനും എന്ത് ചെയ്യാം, ഇങ്ങ് അടിച്ചെടുക്കാം. പിന്നെ PSC ദയവ് ചെയ്ത് നിങ്ങൾ പിന്നെ സിലബസ് ഒക്കെ ഇങ്ങനെ മാറ്റി ഓരോ പോസ്റ്റിന് വേണ്ടിയിട്ട് സിലബസ് തരുന്നുണ്ട്. റെഫറൻസും കൂടി തന്നിരിക്കുകയാണെങ്കിൽ ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമായിരുന്നു. പണ്ട് GK ആയിരുന്നു, GK നമുക്ക് എവിടെ പോയാലും തപ്പിയാലും കിട്ടും. പക്ഷേ ഇതിനൊക്കെ റെഫറൻസ് ഉണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് ചോദിക്കുന്നത്, എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നാണ് ചോദിച്ചതെന്ന് അറിയത്തില്ല. അപ്പം എന്താണ് ആ തിയറി പോയിന്റ് എങ്കിലും നമുക്ക് പഠിച്ചാലല്ലേ അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസ് കൂടി ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ അതും കൂടി സിലബസിൻ്റെ കൂടെ ഇനിയെങ്കിലും ഉൾപ്പെടുത്തണം എന്നുള്ളൊരു അപേക്ഷയുണ്ട്. ഇത് ആരുടെ പോയി അപേക്ഷിക്കണമെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അപേക്ഷിക്കുന്ന കാര്യം അറിയാമെങ്കിൽ നമുക്ക് പരസ്പരം ചർച്ച ചെയ്തിട്ട് അതൊരു തീരുമാനം എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ
ഞാൻ ഈ വീഡിയോയിൽ ഇത് ഉൾക്കൊള്ളിച്ചത്. എന്തോ ആയിക്കോട്ടെ, പുതിയ പാറ്റേൺ നമ്മൾ അംഗീകരിക്കണം. ഒരു പക്ഷേ ഇതൊരു നല്ല മാറ്റത്തിന് തുടക്കമാണ്. കാരണം ഒരുപാട് ആൾക്കാർ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട്, അതായത് ഉള്ള ജോലി ഉപേക്ഷിച്ചിട്ട് PSC പഠനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി ഉള്ള GK ഒക്കെ പഠിച്ച് നമ്മുടെ ബുദ്ധിയും പിന്നെ എന്താണ് നമ്മുടെ ബുദ്ധിയും സമയവും ഒക്കെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുകയാണ്. വർഷാവർഷമൊക്കെ ഇതുപോലെ പ്രിലിംസ് ഒക്കെ നടത്തുകയായി കറക്റ്റ് UPSC ലെവലിലൊക്കെ കറക്റ്റ് എല്ലാ വർഷമൊക്കെ എക്സാം ഒക്കെ നടത്തി ഇതുപോലെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ വെരി ഗുഡ്, നല്ല രീതിയിൽ പോവും. എല്ലാ ആൾക്കാർക്കും എന്താണ് ഒരുപാട് സമയം ഇതിനു വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരത്തില്ല. കിട്ടി 5 6 കൊല്ലമൊക്കെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് പോകേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് PSC ഒരു പുതിയ നിയമം എന്തെങ്കിലും ആവിഷ്കരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ പാറ്റേൺ ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ നമ്മൾ അംഗീകരിച്ചു. ഇനി അടുത്ത വരുന്ന എക്സാമിന് എങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ മലയാളം, പിന്നെ ഉള്ള മാർക്ക് കൈവച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ മാർക്ക് ക്വസ്റ്റ്യൻസിൽ പോയി പെട്ട് ഉള്ള മാർക്കും കൂടി നെഗറ്റീവ് മാർക്ക് അടിച്ച് കളയാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനി വരുന്ന LDC മെയിൻസിനായാലും ഇനി വരുന്ന ഏതൊരു എക്സാമിനായാലും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ചാനലിൽ SCRT പൂൾ ക്വസ്റ്റ്യൻസ്, അതുപോലെ മലയാളം ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.